വരുമ്പോൾ സന്തോഷം കാണാൻ സമയം കിട്ടിയത് ബഹുമാനായ എംഎൽഎയും പഞ്ചായത്ത് പ്രസിഡന്റും രാഷ്ട്രീയ നേതൃത്വങ്ങളും അതുപോലെ തന്നെ രണ്ടാള് കഴിച്ചോ? ജോജിനെ കാണുന്നില്ലല്ലോ. ആ മമ്മൂട്ടിനെ പോലെ തന്നെ ഉണ്ട്. നല്ല സന്തോഷുണ്ട്. ജോസഫ് ഈ സൈഡും ഇത് മതി. എപ്പോ സ്വിച്ച് ഓൺ ഉണ്ട്. ഇവിടെയുണ്ട്, ട്രോഫികളുണ്ട്, കൃത്യമായതുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ ആദ്യ വിൽപ്പന ഇവിടെ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തില് പാറത്തോട് ജനപ്രിയ സ്വാശ്രയ സംഘത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ബാബു അവരുകൾ അത് ഏറ്റുവാങ്ങുകയാണ്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും ആ ഒരു ചടങ്ങിന് ആകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ബാബുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. എല്ലാവരും കൂടിയാണ് ജനകീയ മുഖം ഇവിടെ ഉണ്ട്. അതാണ് പാറത്തോട് ഇത്ര ദൂരെ നിന്ന് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഈ ഒരു ചടങ്ങ് മനോഹരമാക്കുക. സഹകരിച്ച പാറത്തോട് ജനപ്രിയ ശാസ്ത്രീയ സംഘത്തിന്റെ പ്രതിനിധികളോട് നന്ദി പറയുമെന്ന് അപ്പോൾ ആ ചടങ്ങ് പൂർത്തിയായി ഒറ്റ സന്തോഷത്തിന് നന്ദി പറയുക. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാൽ സർ, നമ്മുടെ സന്ദർഭം ഉദ്ഘാടനം ചെയ്ത ജനകീയ എംഎൽഎ അഡ്വക്കേറ്റ് സഞ്ജയ് ജോസഫ്, വേദിയിലും സ്ഥലത്തുള്ള വിശിഷ്ട വ്യക്തികളെ, ഞാനും ജോജിയും കൂടി ആരംഭിച്ച ഈ ഹൈടച്ച് ആർട്ട് ഗാലറി എന്ന ഈ സ്ഥാപനം, അതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബഹുമാന്യര് സ്നേഹിതര്, നമ്മളുടെ പേരാവൂർ തൊണ്ടി പ്രദേശത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ഹൈടച്ച് സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ജോജി കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പരിചയത്തിന്റെ തലത്തിലാണ് ഈ പരിപാടി ആരംഭിക്കുന്ന. സന്തോഷം ജോജിയിൽ ചേർന്നുള്ള ടീമിന് ഈ പ്രവർത്തനങ്ങളെ വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നതിന്റെ വലിയൊരു തെളിവാണ് ഇവിടെ കൂടിയിട്ടുള്ള അവരുടെ സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ സഹപ്രവർത്തകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും എല്ലാം വലിയൊരു സാന്നിധ്യം തന്നെ. ആളുകളുടെ പിന്തുണയും സ്നേഹവും വേണ്ട ഒരു സംരംഭമാണ്. ഇവിടെ കുട്ടികൾക്കുള്ള മെമന്റോയൊക്കെയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ നല്ല വിജയം കൈവരിച്ചവരാണ്. ട്രോഫികളും എല്ലാം ധാരാളം കൂടിയുണ്ട്. തൊണ്ടിയുടെ മണ്ണിൽ ഇതിനെല്ലാം ഏറെ പ്രസക്തിയുണ്ട്, സാധ്യതയും. പിന്നെ രാഷ്ട്രീയത്തിനും മറ്റു പരിപാടികൾക്കുമെല്ലാമുള്ള ഫ്ലക്സ് ബോർഡുകൾ അണിയിച്ച് ഒരുക്കുന്നതിന് വേണ്ടി അതിന് വ്യാപാരികളുടെയും നല്ല പിന്തുണയ്ക്ക്
ആവശ്യമുണ്ട്. വ്യാപാരികളുടെ നേതാക്കന്മാരും സംഘടനാ പ്രവർത്തകരും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു തമാശ പറയാനുള്ള ഫ്ലെക്സ് അടിക്കുമ്പം അധികം കളർ കൊടുക്കണ്ട, കാരണം പിന്നെ ആളി ചോദിക്കും എന്നാ പറ്റി ക്ഷീണിച്ചു പോയപ്പോൾ തമാശ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ വളരെ മനോഹരമായിട്ട് ഈ ജോലികൾ നിങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇനിയും അത് തുടരട്ടെ. 10 വർഷം മുൻപ് ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത ആളെ കൊണ്ട് തന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ വിളിക്കുമ്പോൾ ഉദ്ഘാടനം മോശമായിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പൊ എന്റെയും ഈ സ്ഥാപന ഉടമകളുടെയും ഒരു ഭാഗ്യമാണെന്ന് കരുതുകയാണ്. അതുകൊണ്ട് ഇനിയും ഈ തരത്തിലുള്ള നല്ല മുന്നേറ്റങ്ങൾ നടത്താൻ സംരംഭകം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വളരെയേറെ അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. വിജയകരമായി ഒരു സ്ഥാപനം നല്ല നിലയിൽ ആരംഭിച്ച് ചെറിയ നിലയിൽ ആരംഭിച്ച് വലിയ നിലയിലേക്ക് വളർത്താനുള്ള ത്യാഗം വേണം, സത്യസന്ധത വേണം, കൃത്യനിഷ്ഠ വേണം, ജനങ്ങളോടുള്ള നല്ല ഇടപെടൽ വേണം. ഇതെല്ലാം ഉള്ളവരാണ് ഇതിന്റെ നേതൃത്വം വഹിക്കുന്നവരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്ന് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചാൽ അറിയിക്കുന്നു. നമസ്കാരം. ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഏറെ ആഹ്ലാദകരമാണ്. ബഹുമാന്യനായ MLA നാടമുറിച്ചുകൊണ്ട് ഈ ഹൈടെക് ഫ്രഞ്ച് പ്രിന്റിംഗ് പ്രസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ്. ജോജിയുടെയും സന്തോഷിന്റെയും നല്ലവരായ സുഹൃത്തുക്കളും രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ ഇവിടെയുള്ള മർച്ചന്റ് അസോസിയേഷന്റെ പ്രതിനിധികളും എല്ലാവരും ഒത്തുകൂടുന്ന ഈ മനോഹരമായ സന്ദർഭത്തിൽ ഒരു നല്ലൊരു കൈയടിയോടുകൂടി നാടമുറിച്ച് ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് അവர்கள் ഈ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഇന്നലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ വികാർ ബഹുമാന്യനായ മാത്യു അച്ഛൻ ഇതിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഇന്ന് ഈ പ്രിന്റിംഗ് പ്രസ് ഈ നാടത്തിലും സന്തോഷത്തിലും സന്താപത്തിലും എല്ലാം ഒരാവശ്യമാണ് തിരിച്ചറിവാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ഈ സംരംഭത്തിൽ നേതൃത്വം കൊടുക്കുന്ന ജോലിയും സന്തോഷവും അഭിനന്ദിക്കുകയാണ്. നമുക്ക് ബേക്കറിനാ ഷെഫിയുടെ ബേക്കർ അപ്പുറത്തുനിന്ന് അജിനാസ് അങ്ങോട്ടേക്ക് പോകണം. ജോലി അവരുടെ ഒറ്റ വാർത്തകൾ സാധനങ്ങളെ ആശംസിക്കുകയാണ്. ജോലിയെ ക്ഷണിക്കുന്നു. ജോലി അങ്ങോട്ട് ബേക്കറില്ല, ഇപ്പൊ നടക്കൂല. മൈക്ക് ഉണ്ടെങ്കിൽ ജോലിക്ക് വരാൻ പറ്റൂല. പക്ഷേ ജോലി പറ്റും. സന്തോഷം മാഷിക്കൂടെ മെമ്പർ എന്നിട്ട് ഇപ്പൊ അതങ്ങ് ജോസഫ് സന്തോഷം നൽകുന്ന ഞാൻ ഈ തിരുവനന്തപുരത്തിലൂടെ നടക്കുന്നത് ഈ സ്ഥാപനമായി കുടുംബശ്രീന്റെ വണ്ടി ഭയങ്കര സഹായിക വണ്ടിയുടെ നമ്പർ
4 തവണ വിളിച്ചു കുഞ്ഞാണ് നിങ്ങളെ. ഞാൻ അത് കാർഡ് വേണം. ഡിസൈൻ ചെയ്ത് ഇട്ടത് വേണം അല്ലേ? അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA തന്നെ ഉദ്ഘാടനം ചെയ്താണ് ഞങ്ങൾ പേരാവൂരിലെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് വളരെ ചെറിയ നിലയിലായിരുന്നു ഇതിന്റെ തുടക്കം. അതിനുശേഷം 10 വർഷം കൊണ്ട് ഈ നിലയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ എന്നും സപ്പോർട്ടായി ഉണ്ടായിരുന്ന ആളുകളാണ് എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ നിരവധി ആളുകളുടെ സഹകരണം കൊണ്ടാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശക്തി പകർന്നത്. അതിന് തുണയായി എന്നും കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം പറയുന്നു. നമ്മുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശിക്ഷണം നിർവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാൽ അവരുകളാണ്. ഇവിടെ എത്തിച്ചേർന്നവർ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം മഹത്തായ ഒരു ചടങ്ങ് മണപ്പുറം വെച്ച് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരെല്ലാം പ്രോത്സാഹിക്കുന്ന ഒരു മഹത്തായ ചടങ്ങായിരുന്നു. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അവർ സൂചിപ്പിക്കുന്നു വിചാരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാൽ അവരുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ ഇവിടെ ക്ഷണിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഗീത, അതുപോലെ തന്നെ ജൂബിലി, മണിക്കാർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ഷാജി ടീച്ചർ, അതുപോലെ തന്നെ ബാബു മെമ്പർ, അതുപോലെ ഷാജി ജോസഫ് ഉൾപ്പെടെയുള്ള ബഹുമാനികളും മറ്റു പ്രിയപ്പെട്ടവർ. ഇപ്പോൾ ഹൈടെക് എന്ന സ്ഥാപനം ഇവിടെ നമ്മുടെ രുചിയും അതുപോലെ തന്നെ സന്തോഷം കൂടി ചേർന്ന് ഒരു സംരംഭം കൂടെ ഇന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ പാരമ്പര്യം ഈ സ്ഥാപനത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ശിക്ഷണം നിർവഹിച്ചായി അറിയിക്കുകയാണ്.